അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മിസ് എടുത്തു വെച്ച ആ ഒരു ഭക്ഷണം അത് നുസൈബക്ക് കഴിക്കാനേ കഴിയുന്നില്ല. മിസ് നിർബന്ധിച്ചു. എന്താ കുട്ടി ഇത്, ഭക്ഷണം കഴിക്കുമോ? അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ 3-4 പേരല്ലേ, അപ്പോൾ പിന്നെ ഈ ഒരു ചെറിയ രീതിയിൽ അതുകൊണ്ടൊന്നല്ല മിസ്സേ, എനിക്ക് എന്നാലും കഴിക്കേ. മിസ് അവളെ നിർബന്ധിച്ചു. മിസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നുസൈബ ഫുഡ് കുറച്ചെടുത്ത് കഴിക്കുന്നു. നുസൈബ, അപ്പം ഇനി റിസൾട്ട് അറിഞ്ഞതിന് ശേഷം വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയാണ് പോകുന്നത്, ഒറ്റയ്ക്ക് തന്നെയല്ലേ? അതെ മിസ്സേ, ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങോട്ട് ബസ്സുണ്ട്, അതിന് അങ്ങോട്ട് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ശരി മോളെ. അങ്ങനെ അതാ അവരെ എല്ലാവരെയും മിസ്സ് പറഞ്ഞയക്കുകയാണ്. നുസൈബയുടെ മനസ്സിൽ 1000 കനലുകൾ എരിയുന്ന പോലെയാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. അത് മറ്റൊന്നുമില്ല, രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ മിസ്സിൻ്റെ അടുത്തേക്ക് പോകുക എന്നതിലുപരി ഏറ്റവും കൂടുതൽ ഞാൻ പോകാൻ ആഗ്രഹിച്ചത് എൻ്റെ ഷമ്മാസിൻ്റെ അടുക്കലേക്കാണ്. ഷമ്മാസ് ഷോപ്പ് തുറന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഷമ്മാസിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് എനിക്ക് ആ കാര്യം പറയാനുള്ളത്. അതെ, എൻ്റെ മനസ്സിലുള്ള എല്ലാം തുറന്നു പറയണം, എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇനി വേണ്ട, ഒരിക്കലും അവനെ എനിക്ക് ബുദ്ധിമുട്ടാക്കാൻ, വിഷമിപ്പിക്കാൻ കഴിയില്ല. ഇതോടുകൂടി എല്ലാം നിർത്താം. ഇനി മറ്റൊരു ജീവിതമായിരിക്കും എൻ്റെ ജീവിതം, ആയുസ്സുണ്ടെങ്കിൽ. അവളെ ക്യാമ്പസിനെ ചുറ്റുമായി നോക്കി. എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ക്ലാസ്സിലൊന്നും കുട്ടികളില്ല. അതെ, മിസ് വിളിച്ച ഞങ്ങൾ കുറച്ച് പേര് മാത്രം. പിന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ രക്ഷിതാക്കളുടെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ഈ ഒരു ക്യാമ്പസ്. അതെ, അവസാനമായി ഷിഫ എന്നിൽ നിന്ന് പിരിയുമ്പോൾ വളരെയധികം മനസ്സ് വേദനിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവൾ എനിക്ക് ആരുമല്ലാതെയായി. അവൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അവളെ വിളിച്ചിട്ട് അവൾ വന്നില്ല, ഫോൺ കട്ട് ചെയ്തു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അല്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിച്ച് ശീലമാകേണ്ടവളല്ലേ, ഒരു തണയില്ലാത്തവളല്ലേ. അത് ഒരു പക്ഷേ നല്ലതിനായിരിക്കും. എന്നും എൻ്റെ കൂടെ ഷിഫ ഉണ്ടാകുന്നത് എനിക്ക് അതൊരു താങ്ങായി, തണലായിരിക്കും. പക്ഷെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ട്. അവളില്ലാത്ത ജീവിതം അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇന്നിതാ മറ്റൊരു തീരുമാനവുമായിട്ടാണ് ഞാനിന്ന് മുന്നോട്ട് വരുന്നത്. എൻ്റെ ഷമ്മാസ് എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നു പോകും, അല്ലെങ്കിൽ ഞാൻ അവനിൽ നിന്ന് അകന്നു പോകും. മനസ്സിനുള്ളിൽ 1000 സ്നേഹപ്പൂക്കളാണ് എനിക്ക് ഷമ്മാസ് എനിക്ക് വേണ്ടി സമ്മാനിച്ചത്. പാവം, അവനൊന്നും അറിയില്ല. അവൻ സന്തോഷത്തിലായിരിക്കും. എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും അവൻ. അത്രക്കും സന്തോഷവാനായിരിക്കും. ഇനിയൊന്നും കാത്തു വെക്കുന്നില്ല, ഒന്നും പറയാതിരിക്കുന്നില്ല. എല്ലാം അവൻ്റെ അടുത്തേക്ക് പോയി പറയാം. ഷോപ്പിലേക്ക് നിയന്ത്രണം വിടാൻ പാടില്ല, പിടിച്ചു നിൽക്കണം. എല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞ് പറയണം. എല്ലാം ഒന്നും മറച്ചു വെക്കരുത്. മനസ്സിലുള്ളെല്ലാം അങ്ങ് ഒഴുക്കി വിടണം ഷമ്മാസിൻ്റെ മുമ്പിൽ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവനെ പിരിയാൻ എനിക്ക് ഒരിക്കലും കഴിയുമെന്ന് തോന്നില്ല. സാരല്ല, പിടിച്ച് പറിച്ച് എടുക്കണം, എങ്കിലേ അവൻ രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഇല്ല. പഠിച്ച റബ്ബേ, എൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും ഷമ്മാസ് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അവന് ഒരിക്കലും അപകടം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിതിനു വേണ്ടി തയ്യാറെടുക്കുന്നത്. ഷിഫ എൻ്റെ വലങ്കയെ, അവൾ ഏതായാലും എനിക്ക് നഷ്ടപ്പെട്ടു, അവൾ പോയി. ഇനി എൻ്റെ ഹൃദയത്തിൻ്റെ താളമായ, എൻ്റെ പ്രാണേശ്വരനായ എൻ്റെ ഷമ്മാസിത എന്നിൽ നിന്ന് വേർപിരിയാൻ പോവുകയാണ്. ഞാനിതാ നേരെ ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് പോവുകയാണ്. മറ്റൊരു ചിന്തയും എന്നെ അലട്ടുകയില്ല. എല്ലാം കൃത്യമായ രീതിയിൽ ഞാൻ പറഞ്ഞ് ഒഴിവാകുകയാണ്. അവനുണ്ടാകട്ടെ നല്ലൊരു ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവൻ്റെ അധംപതനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഉണ്ടാവാൻ പാടില്ല. എന്നും ഷമ്മാസ് വിജയിച്ചവനാവണം. ഒരിക്കലും ഒരാളുടെ മുമ്പിലും തോൽക്കാൻ പാടില്ല. അതെൻ്റെ ആഗ്രഹമാണ്. അത് നടക്കണമെങ്കിൽ ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അവൻ വിജയിക്കില്ല. എല്ലാവരുടെയും മുമ്പിലും താഴ്ന്നു നിൽക്കുന്നവനായിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഷമ്മാസ് എപ്പോഴും വിജയിക്കണം. നുസൈബ ക്യാമ്പസിൽ നിന്നുകൊണ്ട് തന്നെ ഓരോന്ന് ആലോചിക്കുകയാണ്. പെട്ടെന്നതാ സാറ് വിളിക്കുന്നു. ഹായ് നുസൈബ, എന്താ പോകാനായില്ലേ?
എല്ലാവരും പോയല്ലോ, എന്താ ഇവിടെ? ആ സാറേ, ഞാൻ ഇറങ്ങായിരുന്നു. ഞാൻ നമ്മളെ ക്യാമ്പസൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് കാണായിരുന്നു. ഒരുപാട് ഓർമ്മകൾ ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ടേ. ആ ഉണ്ടല്ലേ, എന്നാൽ മോള് പോയിക്കോട്ടോ, ഇനി വൈകണ്ട. പിന്നെ അഡ്മിഷൻ എടുക്കാൻ കുറച്ച് ആളുകൾ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അർജൻറ്റാണ്. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. സാർ അത് പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് പോയി. നുസൈബ മെല്ലെ മെല്ലെ അതാ ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് നടക്കുന്നു. ആദ്യം ക്യാമ്പസിൻ്റെ ഗേറ്റ് കിടക്കണം. ആ ഗേറ്റ് കിടന്ന് നേരെ ഓപ്പോസിറ്റാണ് ഷമ്മാസിൻ്റെ ഷോപ്പ്. പെട്ടെന്ന് ന്യൂ അഡ്മിഷന് വന്ന ഒരു താത്തയും ഒരു മോളും നുസൈബയെ കാണുന്നു. അവളോട് സംസാരിക്കുന്നു. മോള് ഇവിടെ? അതെ, ഞാനിവിടെ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഞങ്ങൾ എക്സാം എഴുതിയിരിക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? മാഷാ അല്ലാ, സൂപ്പറാണ്. എല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി. എക്സാമിനുള്ള സമയമൊക്കെ ആകുമ്പോഴേക്ക് നമുക്കെല്ലാം ഒരുവിധം ജനറൽ നോളജും കാര്യങ്ങളും അങ്ങനെ മൊത്തത്തിലെല്ലാം പഠിച്ച് നല്ല രീതിയിൽ ഇവർ നമ്മളെ ആക്കിയെടുക്കും. അവസാനമായിട്ട് കുറച്ചധികം ക്ലാസ്സൊക്കെ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ കൊടുത്ത ക്യാഷിന് നല്ല മൂല്യമുണ്ട്. അതായത് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ലേ, നമ്മൾ ഇത്ര ക്യാഷ് കൊടുത്തത് പഠിപ്പിക്കുമ്പോൾ? ഇല്ല, അതൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായി ചേർന്നോളൂ. ഞാൻ ഇവിടെ തന്നെയായിരുന്നു ജോയിൻ ആയിരുന്നത്. ക്യാമ്പസിലെ കാര്യങ്ങളെല്ലാം നുസൈബയോട് അവർ ചോദിച്ചറിയുകയാണ്. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ നുസൈബ രാവിലെ കോളേജിലേക്ക് പോകുന്നത് കണ്ട മജീദ് അവളെ അതാ പിന്തുടർന്നിരുന്നു. പിന്നീട് കോളേജിലാക്കണമെന്ന് മനസ്സിലാക്കിയ അവൻ നേരെ ഹുസൈനാജിക്ക് വിവരം കൊടുത്തിരുന്നു. ഹാജിയരെ, നിങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ പെണ്ണതാ കോളേജിൽ പോണ്. ആര്? ലത്തീഫിൻ്റെ മോളോ? ആ അതന്നെ. അതെ, ഒറ്റക്കാണ് പോയത്. ആഹാ, അപ്പോൾ പിന്നെയും പോലെ തുടങ്ങിക്കണല്ലേ? അതും വേണമെങ്കിൽ മറ്റോനെ കാണാൻ അങ്ങനെ പോയതായിരിക്കും. ഇപ്പം എന്താ, ഒരു ക്ലാസ് കഴിഞ്ഞല്ലേ? മജീദേ, എന്നാൽ ഞാൻ താമസിക്കണ്ട. അതിനുള്ളൊരു വക നമ്മൾ കൊടുക്കരുത്. വണ്ടി എടുക്ക്. കോളേജിൽ നിന്ന് ഇറങ്ങാനാകുമ്പോഴത്തേനെ അങ്ങോട്ട് എത്തണം. ആ ഗേറ്റിൻ്റെ മുമ്പ് തന്നെ വണ്ടി നിർത്തണം. ഒരടി പുറത്തേക്ക് വെക്കാൻ സമ്മതിക്കരുത്. പിടിച്ച് വലിച്ച് വണ്ടി കിടണം. അതാ വേണ്ടത്. എന്നിട്ടേ ഓളെ പെരൻ്റെ മുമ്പിൽ അവിടെ കൊടുന്ന് നിർത്തണം, അല്ലെ അങ്ങാടി നിർത്തണം. ഇതാ ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഞങ്ങൾക്ക് കിട്ടിയതാണ് ഇവളെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ വെറുതെ വിടാൻ പാടില്ല. എന്തെങ്കിലും ഒരു ചീത്തപ്പേര് നല്ല രീതിയിൽ കേൾപ്പിക്കണം ഓൾക്ക്. ഓള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, നമ്മൾ വിചാരിച്ചോടത്തൊന്നല്ല ഓളെ ചിന്തകൾ. ഓൾക്ക് വേറെ ആരൊക്കെയാണല്ലോ ഇഷ്ടം. എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കണം എന്ന് അങ്ങനെ പറഞ്ഞിട്ടും ഓള് ഒരാളങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ട് പോലും മറ്റൊരുത്തനെ സ്നേഹിച്ച് നടക്കണം. കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. മജീദേ, ഇതാണ് ഏറ്റവും നല്ല ചാൻസ്. ഒപ്പം മറ്റ് കുട്ടികളും ആരൊന്നും ഇല്ല എന്നല്ല ജി പറഞ്ഞത്. ആ, എന്താവശ്യത്തിന് ഓള് നമുക്ക് പോയതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിന് സമ്മതിക്കരുത് മജീദേ, അതിന് ഞാൻ സമ്മതിക്കൂല. ഹുസൈനാജി ദേഷ്യത്തോടെ അത വണ്ടി എടുക്കുന്നു. കൂടെ മജീദും ഉണ്ട്. പിന്നെ ആരുടെയൊക്കെയോ എന്തൊക്കെയോ ഒന്ന് വിളിച്ച് പറയുന്നുണ്ട്. അയാൾ വളരെയധികം സ്പീഡിൽ തന്നെ നുസൈബയുടെ ആ കോളേജിൻ്റെ മുമ്പിലേക്ക് അതാ പോകുന്നു. കുറച്ചപ്പുറത്തായിട്ട് അയാൾ ആ ബ്ലാക്ക് കാർ അത് പാർക്ക് ചെയ്യുന്നു. ഈ സമയത്തും നുസൈബ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ കാര്യങ്ങൾ അഡ്മിഷനെ കുറിച്ച് അവരോട് ആ താത്ത ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവൾ റീപ്ലൈ കൊടുക്കുകയായിരുന്നു. പിന്നീട് അവൾ അതോർത്തു, പഠിച്ചോനെ, ഷമ്മാസിനോട് എല്ലാം തുറന്ന് പറയേണ്ട ദിവസമാണ്. ഒരുപാട് ടൈമായോ റബ്ബേ. ആ ഇത്താത്ത ഓരോന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ പറയാതിരിക്കാനും വയ്യ. നുസൈബ തൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഇത്ര സമയമായോ? പഠിച്ചോനെ, ഇനി ഒരിക്കലും ഈ ഒരു ക്യാമ്പസ്, എൻ്റെ ഒരുപാട് ഇഷ്ടങ്ങൾ നിറഞ്ഞു നിന്ന ക്യാമ്പസായിരുന്നു ഇത്. അതെ, ഇങ്ങോട്ട് വരുമ്പോൾ വളരെയധികം പ്രതീക്ഷയായിരുന്നു. എൻ്റെ ഷമ്മാസിനെ കാണും. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അങ്ങോട്ട് നോക്കാൻ തോന്നും. അതെ, ഷമ്മാസ് തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു സ്ഥലം. ഇതെനിക്ക് മറക്കാൻ അല്പം പ്രയാസമാണ്. പക്ഷേ ഇന്നത്തോടു കൂടി അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്. ഇനി ഒരു പക്ഷേ റിസൾട്ട് അറിഞ്ഞാൽ പോലും ഞാൻ ഇങ്ങോട്ട് വരില്ല. എനിക്കതിന് കഴിയില്ല. കാരണം എൻ്റെ ഷമ്മാസിനോട് എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ ഒഴിയുകയാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന്. അവൻ ജീവിക്കട്ടെ മറ്റൊരുത്തിയുടെ കൂടെ നല്ല രീതിയിൽ. എന്നെ എന്നേക്കുമായി മറക്കാൻ പറയണം. അല്ലെങ്കിലും എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല. എന്ത് ചെയ്യാൻ? വളരെയധികം സങ്കടത്തോടു കൂടി ആ കോളേജിൻ്റെ പടിയിറങ്ങുമ്പോൾ അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അതെ, തൻ്റെ ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും നിറഞ്ഞു നിന്ന ആ ക്യാമ്പസ്. അന്ന് ഷമ്മാസ് വന്ന് പ്രസംഗിച്ചത്,
എല്ലാവർക്കുള്ള ഫുഡ് കൊടുക്കാമെന്ന് ഏറ്റത്, ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചത്, അതെല്ലാം അവൾ ഓർത്തു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് ആ ഷോപ്പിലുണ്ടാകും. എല്ലാം പറയുകയാണ്. ഇതോടുകൂടി ആ ബന്ധമങ്ങ് മുറിച്ചിടുകയാണ്. ഇല്ല, ഒരിക്കലും ഇനി അതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കില്ല. എനിക്കെൻ്റെ ഷമ്മാസ് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. പഠിച്ചോനെ അല്ലാ, അവനക്ക് യാതൊരു രീതിയിലുള്ള വിഷമങ്ങളും ഒന്നും നീ കൊടുക്കല്ലേ അല്ലാ. നുസൈബ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് അതാ പുറത്തേക്ക് ഒരു വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ട് അവളുടെ അടുക്കിലേക്ക് വരുന്നു. ആ ഒരു നിമിഷം അവളത് കണ്ട് ഞെട്ടിപ്പോയി. അതെ, ആ ബ്ലാക്ക് കാറ്. അത് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഗ്ലാസ് താത്തിക്കൊണ്ട് പറഞ്ഞു, മോളെ. നുസൈബ, മോളെ എന്താ ഒറ്റക്കാണോ? കയറിക്കോ മോളെ. മോളെ ഞാൻ കൊണ്ടുവിടാട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല. നമ്മളെ ചതിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. അതിനൊന്നും മോള് പെടണ്ട. ദാ സുരക്ഷിതമായി കയറിക്കോളും. ഒരു പേടിയും പേടിക്കണ്ട. അതെ, ഞാനിപ്പോൾ പഴയ ആളൊന്നല്ല കേട്ടോ. ഞാൻ എല്ലാം മാറിയിട്ടുണ്ട്. നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, മോളോട് എന്തെങ്കിലും അറിയാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെന്നോട് ക്ഷമിക്കണം. മോളെ കയറിക്കോ. ദാ നിനക്ക് എൻ്റെ കൂടെ ഫ്രണ്ടിൽ കയറാൻ മടിയാണെങ്കിൽ ദാ ബാക്കിൽ കയറിക്കോ. മോളെ സുരക്ഷിതമായി ഞാൻ എത്തിക്കാം. ഹുസൈനാജിയുടെ ആ ഒരു മുഖം, അത് നുസൈബക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അതെ, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് എത്ര സ്നേഹത്തിലാണ് മോളെ തേനെ എന്ന് വിളിച്ച്. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയമായി. വേണ്ട, ഞാൻ പോയിക്കോളാം ബസ്സിന്. അതെന്താ മോളെ അങ്ങനെ? എന്നെ നിനക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ലേ? അതെ, നമ്മളെ വീട്ടിലെ രാജകുമാരിയെ പോലെ കഴിയേണ്ട പെണ്ണാണ് കേട്ടോ നീയേ. മോളെ നുസൈബ, ഈ കയറ്. എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ പറയണമെന്നും മോള് കാര്യമാക്കണ്ട. മോളോട് അത്രക്കും ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ മരുമകളായി വരേണ്ടതല്ലേ ഈയെ. എൻ്റെ മോന് വന്നും ചെയ്തിക്കണ്. എൻ്റെ മോനക്ക് ഒരു കുറവുമില്ല. എന്താ ഓനക്കൊരു കുറവ് ഈ കണ്ടിക്കണോ ഓനെ? അതുകൊണ്ട് മോളെ വെറുതെ നഷ്ടപ്പെടുത്തല്ലേ കേട്ടോ. എൻ്റെ ജീവിതമാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. അത് എനിക്ക് തീരുമാനിക്കുക. എൻ്റെ ജീവിതം കേടുവരുത്തണോ അതോ നന്നാക്കണോ എന്നുള്ളത്. എനിക്ക് ഒന്നും കൂടി ഈ മനസ്സിരുത്തുന്ന ആലോചിക്ക്. എന്നിട്ട് കയറി വണ്ടിയിൽ. ഞാൻ കൊണ്ടുവിട്ട് തരാം. വേണ്ട, എനിക്ക് പേടിയാണ് നിങ്ങളുടെ കൂടെ കയറാൻ. എന്താ മോളെ നീ ഇങ്ങനെ? വേണ്ടെന്ന്, ഞാൻ പോയിക്കോളാം. ബസ്സുണ്ടല്ലോ എനിക്ക്. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ? എന്തപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിയിൽ കയറണേന്? അന്നെന്താ ഞാനെന്തെങ്കിലും കാട്ടുമോ? എനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് നിങ്ങളുടെ വിശ്വാസമില്ല. എനിക്കൊരിക്കലും നിങ്ങൾ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ. ആഹാ, എന്താണ് നിനക്ക് വിശ്വാസമില്ലായി എന്നെ? ഞാൻ എന്തെന്നെ കാട്ടിയത്? അതെ, നിങ്ങളെ വാക്കൊന്നും ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ ഇല്ല, ഞാനൊന്നും പറയണില്ല. എനിക്കൊന്നും ഇഷ്ടമല്ല നിങ്ങളെ. ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരൂല്ല. ഒറ്റയ്ക്ക് ജീവിച്ചാലും വേണ്ടില്ല, നിങ്ങളെ വീട്ടിലേക്ക് വരില്ല ഞാൻ. എനിക്കിഷ്ടമല്ല. ആഹാ, ഇജ്ജ് ഇങ്ങനെയൊക്കെ കയർത്ത് സംസാരിക്കാനേക്കണോ നമ്മളോട്? ഈ നാട്ടിലെ ഹുസൈനാജിനോട് ആരും മേലെ സംസാരിച്ചിട്ടില്ല. അത് ഞാൻ മറക്കണ്ട. ഇജിൻ്റെ പണിക്കാരൻ ലത്തീഫിൻ്റെ മോളല്ലേ. അതിൻ്റേതായിട്ടുള്ള നിലയും വലിയ അനക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇജ്ജ് കൂടുതൽ ചാടാൻ നടക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരാളും എന്നോട് ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഓർത്ത് സംസാരിച്ചോ. പിന്നെ ഞാൻ ഒരിക്കൽ കൂടെ എന്നോട് പറയാണ്, വണ്ടിയിൽ കയറിക്കോ, എന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക. അതല്ല വല്ല പ്ലാനിങ്ങും വല്ല ചുറ്റിക്കളാണ് എനിക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ അന്നെ നാറ്റിക്കൂട്ടോ. ഇവിടെ ഇട്ടിട്ട് ആൾക്കാരെ ഇടയിലിട്ട് ഞാൻ അന്നെ ഞാൻ ശരിയാക്കും. അതുമല്ല, എല്ലാവരോടും വിളിച്ച് പറയും എൻ്റെ ഒരു പവിത്രത, എൻ്റെ ആ ഒരു ഹിജാബും അതൊക്കെ ഇട്ട് നടക്കൽ, അതാണ് വലിച്ച് ചീന്തലേക്കരം. ഞാൻ കയറി വണ്ടിയിൽ. നോ, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വരില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ ഒറ്റയ്ക്കാണല്ലോ വന്നത്. ഇനി ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. നുസൈബ അതാ തിരിഞ്ഞു നടക്കുന്നു. അതേ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അവിടെ നിൽക്ക്. ഈ എങ്ങോട്ടാണ് പോണത്? ഈ എവിടേക്ക് പോണത്? അത് ഈ പറ, കാര്യത്തിൽ പറ. എങ്ങോട്ടാ ഈ പോകാൻ നിൽക്കണത്? എനിക്കിവിടെ ആരുള്ളത്? അതേ, എൻ്റെ കള്ളത്തിലൊന്നും ഇവിടെ അറിയായിട്ടല്ല കേട്ടോ. എല്ലാം ഇവിടെ കണ്ടറിഞ്ഞ് വെച്ചിക്കണ്. ഒക്കെ ഒരു ക്യാമറ ഇവിടെ ഉണ്ട്. എൻ്റെ ഈ എവിടേക്കാണ് പോണത് വരുന്നത്, ഈ എന്താണ് കാട്ടിക്കൂട്ടണം, അതൊക്കെ ഇവിടെ അറിയുന്നുണ്ട്. അറിയായിട്ടില്ല. ഇനി അത് നടക്കൂല. അതെ, ഹുസൈനാജിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണാണ്. വല്ല ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലെന്ന് വേണ്ട അരിഞ്ഞ് തള്ളലായിരിക്കും. നോക്കിക്കോ. ചിലക്കാതെ കയറടി വണ്ടിയിൽ. എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടൂടെ? അതേ,
എൻ്റെ ബാപ്പാനെയും എൻ്റെ കാമുകനെയും പെരക്കാരെയൊക്കെ ഞാൻ ഒന്നൊരു കത്തിക്കോ നോക്കിക്കോ, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ മര്യാദക്ക് വണ്ടി കയറടി. ഹുസൈനാജി ആക്രോശിച്ചു. നുസൈബ തെല്ലും പതറിയില്ല. അവൾക്കാകെ ഭയമായി, കൈകാലുകൾ കുഴയുന്ന പോലെ അനുഭവപ്പെടുന്നു. അവൾക്ക് ഉറക്കെ കരയണമെന്ന് തോന്നി, പക്ഷേ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ എത്തിയിരുന്നെങ്കിൽ എന്ന് കരുതി. പക്ഷേ ഒരിക്കലും അറിയില്ലല്ലോ ഇയാൾ എന്നെ പീഡിപ്പിക്കാൻ വന്നതാണെന്ന്. നുസൈബ എന്ത് ചെയ്യണമെന്നറിയാതെ അതാ ഉള്ള ശക്തിയിൽ അവൾ ഷമ്മാസിൻ്റെ ഷോപ്പിനടുത്തേക്ക് ഓടുന്നു. പിടിക്കടാ അവളെ, ഹുസൈനാജി ആക്രോശിച്ചു. മജീദും ഹുസൈനാജിയും അവളെ പിടിച്ചു വെക്കാൻ വേണ്ടി പിന്നാലെ. ഉള്ള ശക്തിയെടുത്ത് അവളതാ ഓടുകയാണ്. തുരുതുര വാഹനങ്ങളാണ് റോഡിലൂടെ ഇരച്ചു പായുന്നത്. നല്ല രീതിയിൽ ശ്രദ്ധിച്ചു തന്നെയാണ് നോക്കി നടക്കേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കാനൊന്നും ടൈമില്ലല്ലോ. നുസൈബാദ പെട്ടെന്ന് റോഡിലൂടെ ഓടുന്നു. തൻ്റെ പിന്നാലെ ഹുസൈനാജി തന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, എന്നെ പിടിച്ച് കാറിലേക്ക് കയറ്റുമെന്നുള്ള പേടി കൊണ്ട് അവൾ ശക്തമായാണ് ഓടിയത്. നേരെ മുമ്പിൽ ഷമ്മാസിൻ്റെ ഷോപ്പാണ്. അവിടെ ഒന്ന് എത്തിക്കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ വിചാരിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്നതിനിടയിൽ അത് സംഭവിച്ചു. ഷമ്മാസിൻ്റെ ഷോപ്പിൻ്റെ നേരെ മുൻപിലെത്തിയപ്പോൾ അതാ ഒരു ബൈക്കിൽ തട്ടി അവൾ ഷമ്മാസിൻ്റെ ഷോപ്പിൻ്റെ മുന്നിലേക്ക് തെറിച്ചു വീഴുകയാണ്. ഇത് കണ്ട ഹുസൈനാജിയും മജീദും നേരെ വാഹനമെടുത്ത് പോവുകയാണ്. ഒന്നും അറിയാത്ത രീതിയിൽ. ബൈക്കുകാരനും നിർത്തിയില്ല. ബോസേ ബോസേ. ആ എന്താ? അവിടെ ഒരു പെൺകുട്ടി അതാ എന്തൊരു വണ്ടി അടിച്ച് നമ്മുടെ ഷോപ്പിന് മുമ്പിൽ. ഷമ്മാസ് പെട്ടെന്ന് പിടഞ്ഞെണീറ്റു. എന്നിട്ട് എന്താ നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞ് ഷമ്മാസ് ഓടിയെത്തുന്നു. തൻ്റെ ഷോപ്പിന് മുമ്പിൽ അതാ ഒരു പെൺകുട്ടി അവിടെ ചെരിഞ്ഞു കിടക്കുന്നു. ഷമ്മാസ് മറ്റൊന്നും നോക്കിയില്ല. കോരിയെടുത്തുകൊണ്ട് തൻ്റെ വാഹനത്തിലേക്ക് അവളെ കിടത്തുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോരുന്നു. കൂടെ 2 സ്റ്റാഫും ഉണ്ട്. എന്താണ് സംഭവിച്ചത്? എന്ത് പറ്റി? എന്താ ആരും നോക്കാതിരുന്നത്? ബോസേ ഇതാ ഇപ്പം പറ്റിയിട്ട്. ഏത് വണ്ടി ഇടിച്ചത് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു ശബ്ദം കേട്ടാണ് നോക്കിയത്. അപ്പോൾ കണ്ട് തെറിച്ച് വീഴുന്ന ശബ്ദമാണ് കേട്ടത്. പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അതാ ഷമ്മാസിൻ്റെ സ്റ്റാഫും ആ കുട്ടിയെ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് സ്ട്രക്ചറിൽ കിടത്തി അതാ അവർ നേരെ ICUവിലേക്ക് കൊണ്ടുപോകുന്നു. ഷമ്മാസിന് ആകെ ടെൻഷനായി. പഠിച്ചോനെ, പാവം ഒരു പെൺകുട്ടിയാണത്. ഒരു പെൺകുട്ടിയുടെ ജീവനാണ്. അല്ലാ ഒന്നും പറ്റരുത് റഹ്മാനെ, ഒരു സിമ്പിളായ കേസായിരിക്കണേ. ഷമ്മാസ് പഠിച്ച റബ്ബിനോട് മനമൊരുകി പ്രാർത്ഥിച്ചു. കുട്ടി ഏതാണ് എന്താണോ ഒന്നും അറിയുന്നില്ല. ഒരു കറുപ്പ് ഡ്രസ്സിട്ട ഒരു രൂപമാണ്. പഠിച്ചോനെ പാവം. ഒരിക്കലും ആ ദിവസം നുസൈബ കോളേജിലേക്ക് വരുന്നത് ഷമ്മാസ് അറിഞ്ഞിട്ടില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷമ്മാസിന് ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. പെട്ടെന്നൊരു സിസ്റ്റർ അങ്ങോട്ട് വന്നു. ഇപ്പോൾ വന്ന് പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നതാരാണ്? ആ ഓക്കെ. പേഷ്യൻറ്റിൻ്റെ പേരെന്താണെന്നറിയോ? ഇല്ല, ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ സ്റ്റാഫിൻ്റെ കയ്യിൽ അവളുടെ ബാഗും അവളുടെ ഫോണും എല്ലാം ഉണ്ടായിരുന്നു. ബോസേ ഇതാ ഇതിൽ നോക്കിയാൽ കിട്ടുമായിരിക്കും. അതിലൊരു ബുക്കുണ്ടായിരുന്നു. അത് ഷമ്മാസ് മറിച്ചു നോക്കി. ആ ഒരു ബുക്കിൽ എഴുതിയ പേര് കണ്ട് ഷമ്മാസ് ഞെട്ടിപ്പോയി. നുസൈബ. അല്ലാ എന്താ റബ്ബേ, ഞാനാണല്ലോ അവളെ താങ്ങി പിടിച്ച് വണ്ടിയിലേക്ക് വെച്ചത്. മുഖമൊന്നും ഞാൻ നോക്കിയില്ല. ഏതൊരു പെൺകുട്ടിയാണെന്ന് കരുതി. ഒരിക്കലും പഠിച്ചോനെ അത് അവളായിരിക്കുമോ? റബ്ബേ ആയിരിക്കരുതേ പഠിച്ചോനെ, വേറെ ഏതെങ്കിലും നുസൈബി ആയിരിക്കണേ റഹ്മാനെ. അല്ലാതെ പോയി ക്ലാസ് ഇല്ലാത്ത സമയത്ത്. ഷമ്മാസിനെ ആകെ ബേജാറായി. ഷമ്മാസ് ആ ഒരു വാതിലിൽ മുട്ടി. നഴ്സ് വന്നു. സിസ്റ്റർ, ഒരു സംശയം. എനിക്ക് ആളെ ഒന്ന് തിരിച്ചറിയാനായിരുന്നു. സോറി, ഡ്രസ്സിങ്ങിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാം. അപ്പോൾ നിങ്ങളുടെ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ സിസ്റ്റർ, കുഴപ്പം വല്ലതും? നോക്കുന്നുണ്ട്, ചെക്കിങ്ങിലാണ്. കുഴപ്പമുണ്ടെങ്കിൽ അറിയിക്കൂ. ഷമ്മാസിൻ്റെ ആ ഒരു വേദനയേറിയ നിമിഷങ്ങൾ. പഠിച്ച റബ്ബേ, എൻ്റെ പെണ്ണാണത്. ഞാൻ നിക്കാഹ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന പെണ്ണാണ് റബ്ബേ, അവളായിരിക്കും അത്. അവൻ വീണ്ടും ആ പുസ്തകങ്ങളെല്ലാം എടുത്തു നോക്കി. പഠിച്ച റബ്ബേ കാത്തുരക്ഷിക്കണേ അല്ലാ. എൻ്റെ പെണ്ണായാലും ഇനി ഏതൊരു പെൺകുട്ടിയാണെങ്കിലും പഠിച്ചവനെ യാതൊന്നും സംഭവിക്കരുത്. ആ ഒരു റൂമിന് മുമ്പിൽ അതാ ഷമ്മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമില്ലാതെ നടക്കുകയാണ്. ബോസേ അത് ആരാണ്? അറിയണാണോ? അല്ല എനിക്കറിയില്ല. എനിക്ക് പേര് കേട്ടിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു
അന്ന് നമ്മൾ കോളേജിലൊക്കെ വന്നിരുന്നില്ലേ, അത് കഴിഞ്ഞ് ഷോപ്പിലേക്കൊക്കെ വരും. അതെങ്ങനെ ബോസേ, ഇപ്പോൾ കോളേജ് പോലെ എക്സാമൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ? ഹേയ് അതാവില്ല, അതാരോ വഴിയിലൂടെ നടന്നു പോകുന്നതാണെന്ന് തോന്നുന്നു. ആ പേര് കണ്ടിട്ട് എനിക്ക് സമാധാനമില്ല ബോസേ. അങ്ങനെ എത്ര എത്ര പേരുണ്ടാവും? ടാഗ് ഉണ്ടോ നോക്കിയ ബാഗിൽ? ഹേ ഇല്ല, അതൊന്നുമില്ല. ഞങ്ങൾ നോക്കി, കാരണം ഉണ്ടെങ്കിൽ കഴുത്തിലിട്ടിട്ടുണ്ടാവുമല്ലോ, അതൊന്നും കണ്ടില്ല. പിന്നെ ആകപ്പാടൊരു ബ്ലാക്ക് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, അത് ഓർമ്മയുണ്ട്. പഠിച്ച റബ്ബേ, ജീവൻ രക്ഷിക്കണേ അല്ലാ. ഷമ്മാസ് അവിടെ നിന്ന് പഠിച്ചവനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു സമാധാനവുമില്ല. ഒന്നുകൂടി അതാ ഷമ്മാസ് ആ സിസ്റ്റർമാരുടെ ആ റൂമിനടുത്തേക്ക് ചെല്ലുന്നു. സിസ്റ്റർ പ്ലീസ്, എന്തെങ്കിലും ഒരു മറുപടി തരുമോ? എന്താണ് അവസ്ഥ? ഒന്നറിയായിട്ടാണ്. പ്ലീസ് വെയിറ്റ്, അവിടെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. എന്താപ്പോ ഒരു പേഷ്യൻറ്റിനെ ആക്സിഡൻ്റായി കൊണ്ടുവന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? കുറച്ച് ടൈം തരാതെ? സിസ്റ്ററെ, എനിക്ക് താങ്ങാൻ കഴിയായിട്ടാണ്. ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്ക്. പ്ലീസ് അവിടെ ഇരിക്കൂ, ഇപ്പോൾ വിളിക്കാം. കാരണം ഞങ്ങൾക്ക് വരെ അങ്ങോട്ട് പ്രൊഫഷനല്ല, അവർ നല്ല രീതിയിൽ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ബോഡി സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിവരം പറയാൻ പറ്റുള്ളൂ. ഷമ്മാസിന് സമാധാനമില്ലായിരുന്നു. പഠിച്ചോനെ അള്ളാഹുവേ, എന്താ ഞാൻ ചെയ്യുക റബ്ബേ? പഠിച്ച റബ്ബേ, എനിക്ക് നീ എന്താണ് സമാധാനം തരാത്തത്? ബോസെ, നിങ്ങളവിടെ നിന്ന് ഇരുന്നോളൂ. എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ വിവരം കിട്ടുമല്ലോ. പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, അല്ലാതെ ഇങ്ങനെ ടെൻഷനെ അങ്ങോട്ടും നടന്നിട്ടെന്താ? ഇരിക്കേ. അവർ രണ്ടുപേരും അതാ ഷമ്മാസിനെ അവിടെ പിടിച്ചിരുത്തുന്നു. ഷമ്മാസ് തലക്ക് കൈ കൊടുത്തിരുന്നു. ഹേയ് ബോസ്, നിങ്ങൾ സമാധാനിക്കേ, അതൊന്നും ഉണ്ടാവില്ല. അത് അവളൊന്നും ആയിരിക്കില്ല. അത് പേര് കേട്ടിട്ട് വസ്ത്രം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുകയാണ്. പിന്നെ ശരീരഭാഗങ്ങളൊന്നും വെളിവാകാത്തത് കൊണ്ട് തന്നെ കാലിൽ ഷോക്സ് വരെ ധരിച്ചിട്ടുണ്ട്. കൈകളിൽ ഗ്ലൗസും എല്ലാം ഇട്ടതുകൊണ്ട് ഒന്നും അറിയാൻ കഴിയണില്ല ആരാണ് എന്താണെന്നൊക്കെ. പിന്നെ മുഖം വെളിവാക്കുക എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും ആവില്ല. അത് എത്രയോ പെണ്ണുങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടന്നു പോകുന്നുണ്ട്. ഒരിക്കലും അത് അവളായിരിക്കില്ല. അവളാണെങ്കിൽ അതിപ്പോൾ എങ്ങനെ? ഇന്നിപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്ത സമയത്ത് ഒരിക്കലും അവർ വരാൻ ചാൻസ് ഇല്ല. അത് ഏതെങ്കിലും വഴിയിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും പെണ്ണായിരിക്കും. അതൊരിക്കലും സാറ് സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി ആവില്ല. ഷമ്മാസിന് സമാധാനമില്ലായിരുന്നു. പഠിച്ചോനെ റബ്ബേ, അവൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നേർച്ച നേരുന്നു. അള്ളാഹുവേ, അവൾ അല്ലാതിരിക്കണേ റബ്ബേ. പെട്ടെന്ന് സിസ്റ്റർ വന്ന് വാതിൽ തുറക്കുന്നു. ആ, ഇപ്പോൾ വന്ന് പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ഒരാൾ വരൂ. ഷമ്മാസ് എഴുന്നേറ്റു. സിസ്റ്ററെ, എന്താണ്, ആരാണ് എന്നൊന്നും അറിയില്ല. ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അതെ, ഈ ഒരു ബില്ലൊന്ന് പേ ചെയ്ത് വരൂ കേട്ടോ. ഷമ്മാസ് പെട്ടെന്ന് ഓടി ആ ബില്ലും കൊണ്ട്. ബോസേ, നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞങ്ങൾ അടച്ചോളാം. ആ ഇതാടാ ക്യാഷ്, ഗൂഗിൾ പേ ചെയ്യാം, പോയിക്കോളൂ. സിസ്റ്ററെ, അത് ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമോ? എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും പറഞ്ഞു തരുമോ? എന്താണ് പറ്റിയിട്ടുള്ളത്? അത് തലക്ക് ചെറുതായിട്ട് ഒരു മുറിവുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ബോധം തെളിഞ്ഞിട്ടില്ല. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ കയ്യിനും കാലിനൊക്കെ ഉള്ളത് പിന്നെ നോക്കാൻ പറ്റുള്ളൂ. ബ്ലഡ് വരുന്നുണ്ട് തലയിൽ നിന്ന്. അത് എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടി നോക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. പ്ലീസ് നിങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. സിസ്റ്ററെ, ഒരു നോക്ക് ഞാൻ കാണട്ടെ. എന്നെ ഒന്ന് കാണാൻ സമ്മതിക്കോ? എന്താ സാർ നിങ്ങളിങ്ങനെ ക്ഷമയില്ലാതെ ആയാലേ? അതവരോട് ചെക്ക് ചെയ്യല്ലേ. പിന്നെ അതിനുള്ള സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇടുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ എന്തെങ്കിലും വേണമെന്നൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അള്ളാഹുവേ, എൻ്റെ ഹിജാബിയാണതെങ്കിൽ പഠിച്ച റബ്ബേ, എന്തിനാ റബ്ബേ എനിക്കിങ്ങനൊരു ജീവിതം? പഠിച്ച റബ്ബേ, എൻ്റെ പെണ്ണാണ് അതെങ്കിൽ അവളെ ഞാൻ വാരി പുണർന്നിരുന്നു. എനിക്ക് ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ പാടില്ല. എന്തൊക്കെ റബ്ബേ സംഭവിച്ചത്? എന്തിനാണ് അവൾ? എവിടേക്ക് വരികയായിരുന്നു? ഒന്നും എന്നോട് പറഞ്ഞതുപോലുമില്ല. അവളായിരിക്കോ അത് മറ്റു വല്ലതും ആയിരിക്കോ? സിസ്റ്ററോട് ചോദിച്ചിട്ട് ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഷമ്മാസ് ഹൃദയം പൊട്ടി കരയുകയാണ്. അപ്പോഴേക്കും ഷമ്മാസിൻ്റെ സ്റ്റാഫ് ബില്ല് പേ ചെയ്ത് വന്നു. എന്താ അറിയില്ല, ഓപ്പറേഷനുള്ള ക്യാഷ് കിട്ടാനോ എന്തോ അറിയില്ല. അതിനെക്കുറിച്ച് ഇവരൊന്നും പറഞ്ഞിട്ടുമില്ല. എന്തായാലും വേണ്ടില്ലടാ, രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ.
ബോസേ നിങ്ങളിങ്ങനെ കരയല്ലേ, പിന്നെ അത് നിങ്ങളെ ഹിജാബി ഒന്നും ആയിരിക്കില്ല, അത് മറ്റേതെങ്കിലും പെണ്ണായിരിക്കും. അല്ല, അങ്ങനെ രീതിയിലുള്ള വസ്ത്രം ഇടുന്നവൾ അതെൻ്റെ ഹിജാബിയാണ്. ആ പേരുള്ളത് എൻ്റെ ഹിജാബിക്കാണ്, അത് അവൾ തന്നെ ആകാനാണ് സാധ്യത. അല്ലാതെ എൻ്റെ ഷോപ്പ് ലക്ഷ്യമാക്കി അവൾ എങ്ങനെ വരും? തലേന്ന് രാത്രി അവൾ അയച്ച ആ മെസ്സേജ് അതാ ഷമ്മാസ് ഒരിക്കൽ കൂടി നോക്കുന്നു. സോറി, എന്നോട് ക്ഷമിക്കണം എന്നുള്ള. എന്തിനായിരിക്കും അവൾ ആ ഒരു മെസ്സേജ് അയച്ചത്? ഇതിനായിരുന്നോ? പഠിച്ചവനെ, വേറൊന്നും പറയാനും കൂടിയില്ല. എന്തിനെന്ന് ചോദിച്ചിട്ട് അതിൽ റീപ്ലേയും ഇല്ല. പഠിച്ച റബ്ബേ, എന്ത് സംഭവിച്ചത് എനിക്കറിയില്ല. അവൾ എന്നെ വിട്ടു പോവാണ് എന്നുള്ളതാണോ സോറി പറഞ്ഞതിൻ്റെ അർത്ഥം? അതും എൻ്റെ കൺമുമ്പിൽ വെച്ച് ഞാനാണ് അവളെ കോരിയെടുത്തത്. അവളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. പഠിച്ച റബ്ബേ, എൻ്റെ ഉമ്മ ഇതറിയുമ്പോൾ എത്രമാത്രം വിഷമിക്കും. എൻ്റെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് ആണ് ഈ നുസൈബ. അല്ലാ, എന്തൊക്കെ സംഭവിക്കുമാവോ? അല്ലാഹുവേ, അവളല്ലാതിരുന്നാൽ മതിയായിരുന്നു. ആർക്ക് വേണമെങ്കിലും ആരായാലും അവർക്ക് എല്ലാ രീതിയിലുള്ള സഹായവും ഞാൻ ചെയ്യും. അതിന് എത്ര വലിയ ഓപ്പറേഷൻ ആണെങ്കിലും കാര്യങ്ങളാണോ ഒക്കെ ഞാൻ ചെയ്യും. പക്ഷേ അല്ലാ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ് ഹിജാബി ആയിരിക്കരുതേ. അത് ബോസേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയാൽ അറിയില്ലേ, നമ്പറൊക്കെ അറിയുന്നതല്ലേ. ആ ബാഗിൽ ഫോൺ ഉണ്ട്, നോക്കിയോ? ഇല്ല, ഫോണില്ല. അത് ഞങ്ങൾ നോക്കി, ബുക്സും ഇതേ കിട്ടിയിട്ടുള്ളൂ. ഷമ്മാസ് തൻ്റെ ഫോണെടുത്ത് അതാ അവൾക്ക് നേരിട്ട് തന്നെ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. പഠിച്ചവനെ, ഇവിടെ ഇല്ല ഫോണ്, അതുറപ്പായി. ഇനി കയ്യിൽ നിന്നെങ്ങാനും തെറിച്ചു പോയോ ആ ഒരു വീഴ്ചയിൽ? ഈ സമയം നുസൈബയുടെ വീട്ടിൽ. പഠിച്ചവനെ, ഈ പെണ്ണിന് ക്ലാസ് കഴിഞ്ഞിട്ട് വരാനായില്ല റബ്ബേ. എന്തിപ്പോൾ എത്ര ടൈമായല്ലോ? ഇക്ക, ഓള് വന്നിട്ടില്ലല്ലോ. എത്ര വരെയാണ് ക്ലാസ്? എന്ത് ക്ലാസ്സാണിത്? അത് ഇന്ന് കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് മറ്റേ ഓളെ ചങ്ങാഴ്ചനെ ഒന്ന് വിളിച്ചു നോക്ക്, ആ ഷിഫയെ ഒന്ന് വിളിച്ചു നോക്ക്. അവൾക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിന്, ഓളെ കൂട്ടി പോയിക്കോന്ന് ഞാൻ പറഞ്ഞിന്. ഒന്ന് വിളിച്ചു നോക്ക്. ഓളെ ഏതെങ്കിലും ചങ്ങാഴ്ചകളെ കണ്ടിട്ട് അവിടെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമായിരിക്കും വേണമെങ്കിൽ. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, എന്താവും. ഉമ്മ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. എവിടെ റബ്ബേ, ഈ പെണ്ണെന്ത് സൈലൻ്റ് ആക്കി ഇട്ടേക്കുക? ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും. ഇനി വൈകുന്നേരം വരെ ഉണ്ടോ ആർക്കറിയാം. ക്ലാസ്സിലാവുമ്പോൾ സൈലൻ്റ് ആക്കിയിടണം, ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണല്ലോ, അതുകൊണ്ടായിരിക്കും. ഇനി കുറച്ചും കൂടി വേണ്ടി വിളിച്ചു നോക്കാം. ഉമ്മ അത് പറഞ്ഞ് സമാധാനപ്പെട്ടു. ഉപ്പ പറഞ്ഞു, എടിയോ ഒന്നും കൂടി വിളിച്ചു നോക്ക്, ഒറ്റക്കല്ലേ ഈ മറ്റേ പെണ്ണെ ഒന്ന് വിളിച്ചു നോക്ക്. ഓളെ ഫ്രണ്ടിന് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഹലോ, ആ മോളെ, ഇത് നുസൈബാൻ്റെ ഉമ്മയാണ്. ആ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മോളെ, ഇജ്ജ് പോയിട്ടില്ലെന്ന് ക്ലാസ്സിന്? ഇല്ലുമ്മ, ഞാൻ പോയിട്ടില്ല. അതെന്തേ? അല്ല, ഞങ്ങൾക്കില്ലല്ലോ, അത് കുറച്ച് പഠിപ്പുള്ളവരെ മാത്രം വിളിക്കുന്ന ക്ലാസ്സാണ്. പിന്നെ ഇപ്പോൾ വെറുതെ ഇപ്പോൾ ഞാൻ എന്തിനാ പോകണമെന്ന് കരുതി. മോളെ, അന്നേം കൂട്ടി പോകണമെന്ന് തന്നെ വിചാരിച്ചിരുന്നത്. ഓളാണെങ്കിൽ ഇതുവരെ കാണാനുമില്ല. ആ വൈകുന്നേരം വരെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവുമായിരിക്കും. വന്നോളും. വിളിച്ചിട്ട് കിട്ടണില്ല. ആ, ഓള് ഫോൺ എടുക്കണില്ലേ? ആ, അത് ക്ലാസ്സിലായിരിക്കും, അപ്പോൾ സൈലൻ്റ് ആക്കേണ്ടി വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാൽ ശരി. ഷിഫ ഫോൺ കട്ട് ചെയ്തു. എന്താപ്പോൾ ഓൾക്ക്? ഷിഫ പഴയ പോലെ എന്നല്ലല്ലോ, എന്തൊക്കെയോ ഓൾക്കൊരു സ്വഭാവത്തിലൊരു മാറ്റം വന്ന പോലെ. നല്ല കുട്ടിയായിരുന്നല്ലോ അവള്, ഇപ്പം എന്ത് പറ്റി എന്താവോ? ഉമ്മക്കും ചെറിയ രീതിയിൽ അവളുടെ സംസാരത്തിൽ ഒരു പിഴവ് തോന്നിയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയല്ലായിരുന്നു അവള്. എന്താന്നാവോ, നമ്മളെ മോൾക്ക് നല്ല പഠിപ്പും എന്തൊക്കെ ഉള്ളതല്ലേ, അപ്പം ഇനി ഓൾക്ക് ഇനിയിപ്പോൾ അതിൽ ഒരു നിരാശയൊക്കെ ഉണ്ടാവേ, ജയിക്കൂലേ എന്നുള്ള. അതുകൊണ്ടായിരിക്കും. പാവം, എല്ലാവരും പഠിച്ചോ വിജയിപ്പിക്കട്ടെ. എല്ലാവരും അത്ര പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. നമ്മളെ മോളെന്ന് വെച്ചാൽ പിന്നെ പഠിപ്പിച്ചത് മുഴുവൻ ഓല പെരക്കാരാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആ പൈസൻ്റെ വില വല്ലാതെ അറിയില്ല. എന്നാലും ഇപ്പോൾ എന്തൊക്കെ തന്നെയായാലും പൈസ തന്നെയല്ലേ. എല്ലാവർക്കും പഠിച്ചവന് വിജയം കൊടുക്കട്ടെ. ഈ സമയം ഹോസ്പിറ്റലിന് മുമ്പിൽ സിസ്റ്റർ അതാ വന്ന് വിളിക്കുന്നു. ഹലോ, ദാ പേഷ്യൻറ്റിനെ ഒന്ന് കണ്ടോളൂട്ടോ വന്നിട്ട്. ഷമ്മാസ് ആകാംക്ഷയോടെ അതാ ICUവിൻ്റെ അകത്തേക്ക് കടക്കുന്നു. അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഷമ്മാസ് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, എൻ്റെ ഹിജാബി ആയിരിക്കരുതേ. അള്ളാഹുവേ, ആരായാലും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഷമ്മാസ് അവളെ കിടത്തിയ ആ ഒരു ഭാഗത്തേക്ക് അതാ പോകുന്നു. ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റി അവളെ ആ ഹോസ്പിറ്റലിലെ ഡ്രസ്സിലാണ് കിടത്തിയിരിക്കുന്നത്. മുഖത്ത് സൈഡിലായിട്ട് നല്ലൊരു കെട്ടുണ്ട്, നെറ്റിയുടെ ഭാഗത്തായിട്ട്. ആ ഭാഗത്തേക്ക് ചെരിച്ചുകൊണ്ടാണ് കിടത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് മുറിവെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഷമ്മാസ് അവളുടെ മുഖമൊന്ന് കാണുവാനായി അതാ ആ സൈഡിലേക്ക് മാറി നിൽക്കുന്നു. സിസ്റ്റർ, ഫേസ് ഈ ഭാഗം ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അതായത് ആ ഭാഗത്തേക്ക് ചെറിയൊരു മുറിവ് എന്തൊക്കെ ഉണ്ടതുകൊണ്ട് അവിടെ അങ്ങോട്ട് ചെരിച്ച് കിടത്തിയേക്കാണ്.
ആരാണ് ആ പേഷ്യൻ്റ് എന്നറിയാൻ, ആർക്കാണ് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി അതാ ആകാംക്ഷയോടെ ഷമ്മാസ് ആ ഒരു മുഖം നോക്കുന്നു. അത് കണ്ട് ഷമ്മാസ് ഞെട്ടിപ്പോയി. അല്ലാ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.